ഹലോ, ഇന്ന് ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ ഡാൻസ് പ്രാക്ടീസ് ഉള്ള ദിവസമാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് തുടങ്ങിയിട്ടുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. സ്ത്രീകളും പെൺകുട്ടികളും അമ്മമാരും മാത്രം അടങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. പുനർജനി വനിതാ കൂട്ടായ്മ എന്നാണ് കൂട്ടായ്മയുടെ പേര്. ആർട്സിലും സ്പോർട്സിലൊക്കെ സ്ത്രീകളെ നല്ല രീതിയിൽ ആക്റ്റീവ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളുടെ പഞ്ചവാദ്യം, തിരുവാതിരക്കളി, കൈകൊട്ടുകളി ഇങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ നാട്ടിൽ ഉത്സവം വരാറായി. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സ്റ്റേജ് നമ്മുടെ കൂട്ടായ്മയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഞായറാഴ്ച ഇവരെല്ലാവരും കൂടി ഒത്തുകൂടെ നമ്മുടെ വീട്ടിൽ എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം ഞാനൊരു പ്രോഗ്രാമും ചെയ്യുന്നില്ല. എന്നിരുന്നാലും അവർ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്കും കൂടി കളിക്കാൻ തോന്നി. അപ്പം ഞാനും ഇന്ന് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീട്ടിലെ അമ്പലത്തിലെ മാസപൂജയാണ് കേട്ടോ. ഇന്ന് എല്ലാ മാസവും ഞായറാഴ്ച നടക്കാറുണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. തറവാട്ടിലെ ആളുകളൊക്കെ ഒന്ന് വന്ന് വിളക്ക് വെച്ച് പായസമൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു ചെറിയൊരു ചടങ്ങാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാ പൂജയ്ക്ക് അപ്പുറത്തെ വീട്ടിൽ 2 അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ പാത്രമൊക്കെ കൊണ്ടുവന്ന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതാ അച്ഛനിതാ തീയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്പലമുറ്റത്ത് തന്നെയാണ് കേട്ടോ പായസമൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ അമ്മായിമാരൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മാസത്തും നടക്കുന്ന ഈ ഒരു മാസപൂജയ്ക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൂടും, ഒരു രസമാണ്. ഇന്ന് പിന്നെ കുറച്ച് പേർക്ക് പനിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടും കേട്ടോ പൂജയ്ക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അമ്മായി ഇതാ ഇവിടെ ഇങ്ങനെ തുളസിയും തെച്ചിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു അമ്മായി നമ്മുടെ ചിരാതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ്. ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ച് വെക്കുവാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പാപ്പൻ. നമ്മുടെ തറവാട്ടിലൊരു കാരണവരും കൂടിയാണ്. അപ്പോൾ പാപ്പൻ സ്വാമിയാണ്. പാപ്പൻ്റെ വക ദൈവങ്ങൾക്ക് ഇന്ന് ഒരു ടിൻ എണ്ണ സ്പോൺസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമായിട്ട് വരികയാണ്. അപ്പോൾ അതൊക്കെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് പൂജ പരിപാടികൾ കഴിയാനായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഇനി നിവേദ്യം കൊടുത്ത് പ്രാർത്ഥനയൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. നമ്മുടെ അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ ഭഗവതിയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് ഇങ്ങനെ അമ്മേ നാരായണ പ്രാർത്ഥിക്കും കേട്ടോ. അതോടുകൂടി നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിയും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുത്ത പരിപാടി നമ്മുടെ പായസം കഴിക്കുന്ന പരിപാടിയാണ് കേട്ടോ. നമ്മുടെ മെയിൻ പരിപാടി. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഇതാ പായസം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പായസമൊക്കെ കഴിച്ചിട്ട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിരിയാറ്. അപ്പോൾ ഓരോ ഓട്ടത്തിനും തിരക്കിനൊക്കെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ ചടങ്ങുകൾക്ക് എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാ മാസവും ഞായറാഴ്ചകളിൽ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചടങ്ങുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.